മൊത്തത്തിൽ ദേഷ്യപ്പെട്ടാണല്ലോ നിൽക്കുന്നത്. എന്തുവാണോ ആവോ കാര്യം. എന്തായാലും അകത്തോട്ട് കയറട്ടെ. വലിയ മൈൻഡില്ലാതെ ഇരിക്കുന്ന എന്തോ കരുതിക്കൂട്ടിയിരിപ്പാണിത്. മോൻ്റെ കാശ് വന്ന് കാണും. അവൾ അതെടുക്കാൻ പോയിട്ടാ സർക്കിട്ടുകാർ കയറി വരുന്നത്. 1 രൂപ പോലും അവൾ എനിക്ക് തന്നില്ലല്ലോ. അവനെ ഞാനൊന്ന് വിളിക്കട്ടെ. രാവിലെ നീ പോയതല്ലയോ? നിനക്ക് കഴിക്കാനൊന്നും വേണ്ടായോ? വേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാൻ കഴിച്ചിട്ടാണ്. കഴിക്കാതിരിക്കും. ചെറുക്കൻ്റെ പൈസ വന്നതല്ലേ, മൊത്തം തീർത്ത് കാണും. അതിന് അമ്മ ഉണ്ടോ? ചേട്ടൻ്റെ പൈസ ഒന്ന് ഞാൻ എടുക്കുന്നത്, ഞാൻ കഴിക്കുന്നത്, എന്തെങ്കിലും അമ്മ ഉണ്ടോ? എന്നിട്ട് ഉടനെ അങ്ങ് പറയുന്നു ചെറുക്കൻ്റെ പൈസ വന്നെന്ന്. നീ വിരൽ ചൂണ്ടി സംസാരിക്കാനായോടി? ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ, ഇപ്പം ഞാൻ കാണിച്ചു തരാം. അവിടെയൊക്കെ ഒരു യോഗവേ. രാവിലെ കെട്ടി ഒരുങ്ങി ഇറങ്ങിയാൽ മതിയല്ലോ. പോയിട്ട് വരുമ്പോഴത്തേക്കിന് പണിയെടുത്തെല്ലാം വെച്ച് വെക്കാൻ ഞാനും. അമ്മേ, ഞാൻ വല്ലതും സഹായിക്കണോ? ആ, നല്ലൊരു സഹായം വേണം. വേണ്ടേ? അമ്മ എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിന്ന് സഹായിച്ചു തരാമോ? ആ ഒരു ഉപകാരം ഒന്ന് ചെയ്തതാ. ഞാനേ എന്തുവായാലും അവനെ ഒന്ന് വിളിക്കട്ടെ. അവൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ ഉദ്യോഗം എന്തുവാനൊന്ന് അറിയണമല്ലോ. ഫോൺ എടുക്കുന്നോ ഇല്ല. എൻ്റെ കുഞ്ഞ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്ന് കാണത്തില്ലായിരിക്കും. വൈകിട്ട് ഇനി എന്നാ ഒന്ന് വിളിക്കാം. മിസ് കോള് കാണുമ്പോൾ തിരിച്ച് വിളിക്കുമായിരിക്കും. ചേച്ചിയേ, ചേച്ചി ഇച്ചിരി മുളക് തരാനുണ്ടോ? ഇച്ചിരി പച്ചമുളക്. നീ ഇങ്ങോട്ട് കയറി വാടി. ചേച്ചി 2 പച്ചമുളക് മതി. ആ, ഇനി ഇവിടെ ഇരുന്നേ. ആ, കസേരയിലോട്ട് ഇരി. എന്തോ പറ്റി ചേച്ചി? ഒരു വിഷമം എന്താ? ഒന്നും കഴിച്ചില്ലയോ? എന്തോ പറ്റി? വയ്യാഴിക എന്തെങ്കിലും ഉണ്ടോ? ഒന്നും പറയണ്ടാടി. ഇവിടെ ഒരിക്കൽ കൊണ്ടുവന്നില്ലയോ, ഒരു വക ജോലി ചെയ്യത്തില്ല. ഇന്നാണെങ്കിൽ ചെറുക്കൻ്റെ പൈസ വന്നു. 1 രൂപ എനിക്ക് തന്നില്ല. ഞാൻ അന്നേ പറഞ്ഞതായി ഇവളെ ഇവിടെ കെട്ടിക്കൊണ്ട് വരില്ലേന്ന്. എൻ്റെ തലയിലിട്ട് ഞാനിപ്പോൾ എന്തോ ചെയ്യാൻ? ഈ വയ്യാത്ത ഞാൻ എല്ലാ ജോലിയും ചെയ്യുമല്ലയോ. ആഹാ, കൊള്ളാലോ. ഞാൻ വിചാരിച്ച അമ്മയ്ക്ക് മാത്രമേ ഉള്ളായിരിക്കുമോ. ഇപ്പൊ ചേച്ചിക്കും ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഈ നാട്ടിലെ പാരമ്പര്യമായിട്ടുള്ള സ്വഭാവമായിരിക്കും ഇതല്ലയോ? എന്റെ പൊന്നി ചേച്ചി, ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ പുറത്ത് വരെ ഒന്ന് പോയിട്ട് വന്ന് അപ്പൊ തുടങ്ങിയ പ്രശ്നം ഈ അമ്മയ്ക്ക്. എന്തോ പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. അമ്മയ്ക്ക് എന്തോ പ്രശ്നം? പറ, അമ്മയുടെ പ്രശ്നം എന്തോന്ന് പറ എന്നോട്. എന്റെ പൊന്നു വച്ചേ, നീ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് കെട്ടിക്കേറി വന്നത്? ഞങ്ങൾ എത്ര വർഷം കൊണ്ട് ഇവിടെ ജീവിക്കുന്നതാ. ഞങ്ങൾക്ക് എത്ര കൊല്ലം കൊണ്ട് ഈ വീട് അറിയാം. അയ്യോ, ഞാനങ്ങ് പോയേക്കാം. പക്ഷെ എന്നാലും ഇതൊന്നും ശരിയല്ല കേട്ടോ വച്ചേ, കേട്ടോ. താനും ഒരു അന്യ വീട്ടിൽ നിന്ന് വന്ന് ഇവിടെ കയറി ഈ പാവപ്പെട്ട ചേച്ചിയോട് ഇങ്ങനൊന്നും ചെയ്യരുതായിരുന്നു. ഇത് ശരിയല്ല എന്തായാലും. എന്റെ മോനുണ്ടാക്കുന്ന കാശ് നോക്കിയാൽ നീ പോയി. അതിനായിട്ട് അവതരിച്ചില്ല ഈ വീട്ടില്. എനിക്കൊരു കുഴപ്പമില്ല. കൊച്ച് പച്ചമുളകിന് വന്നതാ. എന്നിട്ടും പച്ചമുളക് മേടിക്കാതെ പോയി. ഇവിടെ ഈ സ്വഭാവം കൊണ്ടല്ലയോ, ഇവിടെ ഈ അടുപ്പുകാരനും അല്ലയോ കൊച്ച് പച്ചമുളക് മേടിക്കാതെ പോയത്. എന്റെ മോനോട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. അവനിതൊന്നും അറിയുന്നില്ലല്ലോ. മോനോട് അങ്ങ് പറഞ്ഞോ.